ഫലസ്തീനി തടവുകാരുടെ അവയവം മോഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം ഇത് ഇപ്പോൾ വന്നതല്ല. ഒക്ടോബർ 7 സംഭവിക്കുന്നതിന് മുമ്പ് എന്താണ് യൂറോമെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യാവകാശ സംഘടനയുണ്ട്. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് കേന്ദ്രീകരിച്ച് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സംഘടനയാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്താണ് ആധികാരികമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഓൺ ദെയർ ബോഡീസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. മെറാബ് വിസ് എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ഓതറുടെയാണ് പുസ്തകം. 2002 പുസ്തകം ഹീബ്രുവിൽ ഇറങ്ങുന്നത്. 2004 അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനും 2014 അതിന് ഇംഗ്ലീഷ് എഡിഷനും ഇറങ്ങിയിട്ടുണ്ട്. ഓൺ ദെയർ ബോഡീസ്. ഇത് ഒരൊറ്റ കാര്യമാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓർഗൻ ഹാർവസ്റ്റിംഗ് എന്ന് പറയും. അവയവ കൊള്ള എന്നല്ല അവർ ഉപയോഗിക്കുക. ഓർഗൻ ഹാർവസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനികളുടെ ബോഡി, അതേപോലെ ഇസ്രായേലിലുള്ള ഇമിഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ട്, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി, ഇതൊക്കെ അതിലുള്ള അവയവങ്ങൾ അവരുടെ പലതരം പേർപ്പസ്, അത് പലപ്പോഴും റീസർച്ച് പേർപ്പസിനായിരിക്കും. അവരുടെ ഇസ്രായേൽ മെഡിസിനിൽ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നില്ലേ, ഇത്തരം റീസർച്ചുകളിലൂടെയാണ് റീസർച്ചുകൾക്ക് വേണ്ടി ഫലസ്തീനി ബോഡികളിൽ നിന്ന് ഓർഗൻസ് എടുക്കുക. അതിന് ഓർഗൻ ഹാർവസ്റ്റിംഗ് എന്നാണ് അവർ പറയുന്നത്. അബു കരീം ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇസ്രായേൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ പ്രധാന പരിപാടി ഇതാണ് എന്ന ആരോപണം ഈ മീറാബീസ് അവരുടെ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ശേഷം വീണ്ടും പുസ്തകം വന്നിട്ടുണ്ട്. ദ റൈറ്റ് ടു മെയിം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ദ റൈറ്റ് ടു മെയിം, വിച്ഛേദം നടത്താനുള്ള അവകാശം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതും ഡീൽ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഓർഗൻ ഹാർവസ്റ്റിനെ കുറിച്ചാണ്. ഫലസ്തീനി തടവുകാരുടെ ഈ മീറാബീസിൻ്റെ പുസ്തകത്തിൽ അവരുടെ തൊലികൾ പോലും ഊരിയെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്.